ഇതെന്താ പ്രാവശ്യം മാവൊന്നും പൂക്കുന്നില്ല? മാങ്ങ പിടിച്ചല്ല. ഷമി, ഇക്ക വന്നാ? ഞാൻ കുറച്ചു നേരം വന്നിട്ട്. ക്യാഷ് സെൻഡ് ചെയ്തായിരുന്നോ? ഞാൻ ക്യാഷ് സെൻഡ് ചെയ്തില്ല. നിനക്ക് ഷോപ്പിൽ ഇപ്പൊ ക്യാഷിന്റെ ആവശ്യമുണ്ടോ? അല്ല, അതൊരു പറഞ്ഞോ, എന്താ കാര്യം പറഞ്ഞോ നീ. അല്ലക്കാ, എനിക്ക് വേണ്ടിയല്ല. പിന്നെ അവർക്ക് കുറെ ദിവസമായിട്ട് എനിക്കങ്ങ് പറഞ്ഞോളാൻ വയ്യായിരുന്നു. പക്ഷെ ജമീല അകത്തുണ്ടല്ലോ അല്ലേ. പിന്നെ ജമീലാക്ക് ഒരു ആവശ്യത്തിനായിരുന്നു. ജമീലാക്കോ? അവള് എന്നോട് കുറച്ച് പൈസ ചോദിച്ചു. എന്തിന്? ആദ്യം എൻ്റെ 1,00,000 രൂപ വാങ്ങിച്ചു. എന്നിട്ട് ഇന്നലെ പറഞ്ഞ്, അതേ അവളെ അന്നങ്ങോട്ട് പഠിക്കാനായിട്ട് പോയില്ലായിരുന്നു, നഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പം എന്തോ അവൾക്ക് ഏതോ ഒരു ബന്ധം എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അവനങ്ങാണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ എന്തൊക്കെ ഫോട്ടോസോ എന്തൊക്കെ വെച്ചിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അപ്പൊ അവള് പറഞ്ഞല്ല നീ വിശ്വസിച്ച? അവള് 2 മാസം അവിടെ പോയിട്ട് എന്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ? അവള് 2 മാസം അവിടെ നിന്ന് പഠിക്കാൻ പോയിട്ട് അവൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അവള് കയറിങ്ങ് വന്നതാ. എന്നിട്ട് മാമ രണ്ടാമത് പിടിച്ചോണ്ട് പോയിട്ട് അവളവിടെ വന്നില്ല, അവള് തിരിച്ചിങ്ങ് വന്നു. 2 മാസം എന്നോളാ? ശരിക്കും 2 മാസം തികച്ചു വന്നിട്ടില്ല അവിടെ. അപ്പൊ നിന്നെ എല്ലാരും പറ്റിക്കാല്ലേ നിനക്ക്. ഷെമി, നീ ഇത്ര ഒരു മണ്ടിയായിപ്പോയല്ലേ. മണ്ടിയല്ല, പക്ഷേ അവളെന്തൊക്കെ എന്നിട്ട് അടുത്ത് പറഞ്ഞത്? അപ്പൊ സത്യല്ലേക്കാ, അവൾ എന്നോട് ഒരു ദിവസം കരഞ്ഞു വിളിച്ച് പറഞ്ഞു, അവള് ഇങ്ങനെ ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോ അവള് വഴി തെറ്റിപ്പോയി. അതിനിപ്പോ അവളെ കുറെ ഫോട്ടോസും കണ്ടൊക്കെ ഏതോ ഒരു ചെറുക്കൻ്റെ ഉണ്ട്, അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അവൻ എന്തിനും പോകുന്നവനാണ്, ജയിലിൽ നിന്ന് ഇറങ്ങിയവനാണ്, അവൻ വന്ന് ഇവിടെ ഇക്കായൊക്കെ നാണം കെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ 1,00,000 രൂപ ചോദിച്ചേ. അത് ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്ത് കൊടുത്തു. അപ്പൊ ഇന്നലെയും വന്നിട്ട് എൻ്റെ ചോദിച്ചപ്പോ എൻ്റെ 50,000 ഉള്ളപ്പോ ഞാൻ അതായി കടയിൽ നിന്ന് കടമായിട്ട് ചോദിച്ചത്. ഷെമി, നീ അവളെ ഇതുവരെ മനസ്സിലാക്കിയില്ലേ? അവളെ ഉടായിപ്പാണിത്. അവള് പഠിക്കാൻ പോയിട്ട് ഇല്ല ഷെമി, അവിടെ അവക്ക് പഠിക്കാനൊന്നും കഴിയത്തില്ല. 2 മാസം നിന്നപ്പോ തന്നെ അവക്ക് അവിടുത്തെ ഫുഡ് ശരിയാവൂല. പിന്നെ അവക്ക് ഇവിടത്തെ പോലെ സ്വതന്ത്രമായിട്ടൊന്നും അവിടെ കറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ അവക്ക്. അവിടെ ഹോസ്റ്റലിനകത്താണല്ലോ, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. അവക്ക് അതൊക്കെ പറ്റാത്തത് കൊണ്ടാണ് അവളും കയറി വന്നത്. അപ്പൊ നിന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചേക്കും അല്ലേ? അപ്പൊ അവള് പിന്നെ എന്നോട് കള്ളം പറഞ്ഞ എന്തിന്? ഞാൻ വിചാരിച്ചു എന്നെ ഒരു സഹോദരിയായിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. ജമീല, നീ അങ്ങ് വിശ്വസിക്കണ്ട. അപ്പൊ നിന്റെ 1,00,000 രൂപ പോയി. ഇത് നീ എന്നോട് പറഞ്ഞതായിട്ട് അവൾ അറിയണ്ട. നീ പറഞ്ഞതായിട്ടുള്ള പാവം നടിക്കണ്ട. ഞാനത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പൈസ ചോദിച്ചാലാ? ഈ പൈസ ചോദിച്ചാൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, അതുപോലെ നീ ചെയ്താൽ മതി. നിന്റെ അക്കൗണ്ടിൽ 50,000 അല്ലേ ഉള്ളോ? നീ 1,00,000 രൂപ സെൻഡ് ചെയ്യണം. 1,00,000 പോയില്ലല്ലോ. അപ്പോഴും ഫെയിൽഡ് ആവും. നീ ആ മെസ്സേജ് എടുത്ത് ജമീലായെ കാണിക്കണം. ഫെയിൽഡാന്ന് കാണുമല്ലോ. ഫെയിൽഡാണ്, ഫോൺ കൊടുക്കരുത്, കയ്യിൽ കാണിച്ചു കൊടുത്താൽ മതി. അതാ 1,00,000 രൂപ കൈ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്താൽ മതി. 1,00,000 രൂപ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അവളത് വിശ്വസിക്കും. എന്നെ കൊണ്ട് ഇങ്ങനൊന്നും കള്ളത്തരങ്ങൾ ചെയ്യിപ്പിക്കല്ലേ. നീ കൊടുത്ത പൈസ തിരിച്ചൊപ്പിക്കണ്ടേ? പോട്ടെ, കുഴപ്പമില്ല. അത് നീ വാങ്ങണം. അത് വാങ്ങാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം നിനക്ക്. അല്ലെങ്കിൽ അവൾ നിന്നെ എപ്പോഴും പറ്റിച്ചുകൊണ്ടേയിരിക്കും. മന്ദബുദ്ധിയാണെന്ന് മറ്റുള്ളവർ കരുതും. ഷെമി, നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ജമീലാക്കറിയാം. അവൾ ഇനിയും നിന്നോട് പൈസ ചോദിക്കും. നീ കൊടുക്കാമെന്ന് പറയണം, പക്ഷെ കൊടുക്കരുത്. നീ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. എന്തായാലും നീ പൈസ കൊടുത്ത് ആ പൈസ നമുക്ക് വാങ്ങിച്ചെടുക്കണം. അവൾ നിന്നോട് ഇനി എപ്പോഴും പൈസ ചോദിച്ചാലും ഏത് സമയത്ത് ചോദിച്ചാലും എന്നോട് അപ്പോഴും പറയണം. നീ കൊടുക്കാമെന്നല്ലാതെ വേറൊരു വാക്ക് പറയണ്ട. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ ഈ പൈസ അങ്ങനെ പറഞ്ഞ് ഈ പൈസ നമുക്ക് വാങ്ങിയെടുക്കാം.
പോന്നെങ്കിൽ പോട്ടേക്കാ, കുഴപ്പമില്ല. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലേ, നീ വാങ്ങിക്കന്നെ വേണം. ഞാൻ പറയുന്ന കണക്ക് നീ കേട്ടാ മതി കേട്ടാ. ആ ചായ തരാം. ജമീല പറഞ്ഞ കഥയൊക്കെ ഒന്ന് പറഞ്ഞേ. ശോ, ഞാനങ്ങ് വിശ്വസിച്ചിട്ട്. എനിക്ക് അവ പറയക്കടുത്ത് സത്യാന്ന് ഞാനങ്ങ് വിചാരിച്ച് വിശ്വസിച്ചു. അപ്പൊ അതൊക്കെ കള്ളാണ് അല്ലേ? അവള് പറഞ്ഞത് നീ ജമീലെന്ന് എന്ത് പറഞ്ഞാലും നീ ആ കണ്ണുടച്ച് വിശ്വസിക്കരുത്. നീ ഒന്നും മനസ്സിലാക്ക്, നിന്നെ എല്ലാരും പറ്റിക്കും. പോട്ടെ. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന? അല്ല, ഞാൻ വെറുതെ നിന്നതാ. ഒറ്റയ്ക്കൊന്നും വന്ന് നിൽക്കരുത് കേട്ടാ. പെരിക്കകത്ത് തന്നെ നിൽക്കണേ. ഉമ്മ എന്ന് കാണാതെ ഇറങ്ങി വന്ന ഉമ്മ കണ്ടില്ലേ നീ ഇവിടെ നിൽക്കുന്നത്? ഉമ്മ കിടക്കുവാണ്. പുറത്തിറങ്ങണ്ടേ? അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയില്ലല്ലോ, അയച്ചില്ലേ? ഒന്ന് ചോദിച്ചു നോക്കിയാലോ നൈസിന്. അവിടെ നിപ്പുണ്ടോന്ന് ചോദിക്കാം. ഷെമീത്ത, ജമീല, ഇതെന്താ? ഇത് ഉമ്മാടെ കുറെ റിലേറ്റീവ്സ് ഇന്ന് വന്നായിരുന്നല്ലോ, അവരൊക്കെ കൊണ്ടുവന്നത് എന്നെ കാണാൻ വന്ന്. ഇന്ന് വന്നവര് കൊണ്ടുവന്നല്ലേ. ഉമ്മ നിർബന്ധിച്ച് കഴിപ്പിക്കുക. മധുരം കൂടുതല. ഉമ്മയുടെ ഒരാഗ്രഹമല്ലേ. പിന്നെ അക്കൗണ്ടില് ക്യാഷ് ക്രെഡിറ്റ് ആയില്ലെന്ന് ഇപ്പൊ വിളിച്ചായിരുന്നു. ക്യാഷോ? നീ സെൻഡ് ചെയ്തായിരുന്നല്ലോ, നീ തന്ന അക്കൗണ്ടില്. സെൻഡ് ചെയ്തോ? സെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല, കിട്ടിയില്ലെന്നോ? എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടോ? നോക്കട്ടെ. കണ്ടോ? ഞാൻ ഇന്ന് സെൻഡ് ചെയ്തായിരുന്നു. നീ ഇനി അവന്റെ ഫോണൊന്നും എടുക്കാൻ നിൽക്കണ്ട. ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തേരെ. നിന്നെ അവൻ പറ്റിക്കുവാണ്. ഇനിയും പറഞ്ഞാൽ നമ്മൾ എവിടുന്ന് ക്യാഷ് കൊടുക്കും? നീ ഒരു കാര്യം ചെയ്യാ, ബ്ലോക്ക് ചെയ്തേരെ. ഇനി അവൻ വരുവാണെങ്കിൽ നമുക്ക് നേരിടാം. നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ ക്യാഷ് കൊടുക്കണ്ട കേട്ടോ. ഞാൻ ബ്ലോക്ക് ചെയ്യാം. ഒരു കാര്യം ചെയ്യ, നീ എനിക്ക് രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കിത്താ മോളെ. ഉണ്ടാക്കാ. ചപ്പാത്തി മതിയേ, അധികമായിട്ടൊന്നും വേണ്ട, കുറച്ച് മതി. ഇക്കായ്ക്ക് ഇനി എന്താന്ന് വെച്ചാ അതും കൂടെ ഉണ്ടാക്കിയേരെ. ചപ്പാത്തിയോ? ഉണ്ടാകാം. ഉമ്മ കഴിച്ചോ? ആണോ? അപ്പൊ എനിക്ക് ചപ്പാത്തിയും നല്ല കറിയും ഉണ്ടാക്കുക. പിന്നെ നാളെ സ്പെഷ്യല് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എനിക്ക് ഉണ്ടാക്കി തന്നെ. ഞാൻ കൊതിച്ചിരിക്കുക കേട്ടാ. നാളെയോ? ഈ കൊച്ചിനെ പറഞ്ഞ് പറ്റിക്കുവാണല്ലോ റബ്ബേ. കള്ളവും പറഞ്ഞു കൂടാത്ത സമയമാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. ഇക്ക പറഞ്ഞിട്ടല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ?
ഛെ, ഇവരെന്നെ പറ്റിക്കുവാണോ? സ്ക്രീൻഷോട്ട് കണ്ടല്ലോ. എന്റെ അക്കൗണ്ട് നമ്പർ വല്ലതും മാറിപ്പോയോ? കറക്റ്റ് നമ്പറാണല്ലോ ഞാൻ കൊടുത്തത്. എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാഞ്ഞെന്ത്? എന്തായിരിക്കും അത്? ഇവര് ഞാൻ ഇവിടെ കിടന്ന് അടുക്കള കിടന്ന് മുടിയും കണക്കിന് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ എങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചപ്പോ ഇവരെന്നെ അടുക്കളക്കാരിയാക്കുവാണ്. ഇതൊരു പൊട്ടത്തിയാന്നാ ഞാൻ വിചാരിച്ച. ചിലപ്പോ സെൻഡ് ചെയ്ത് കാണും. EMI അങ്ങനെ പിടിക്കാനുണ്ടായിരുന്ന? എന്താ പറ്റിയ എന്റെ ക്യാഷ് ക്രെഡിറ്റ് ആവാന്ന്? നാളെ ഒന്ന് ബാങ്കിൽ വിളിച്ച് അന്വേഷിക്കും. ഒരു കാണിച്ച സ്ക്രീൻഷോട്ടിൽ 1 lakh ആണല്ലോ. നീ ചപ്പാത്തിയും കറി ഉണ്ടാക്കട്ടെ, എല്ലാം ഏറ്റു പോയില്ലേ. വന്ന എന്താ ഷെമി, എന്താക്കാ? മറ്റല്ല നമ്മളാ അങ്ങത്തെ മാമ ഉണ്ടല്ലേ? ഏത് മറ്റല്ല അങ്ങത്തെ മാമ? ആ മാമാടെ മോളെ ബാംഗ്ലൂര് പോയി പഠിക്കാൻ, നഴ്സിംഗിന് പഠിക്കാൻ പോയത്. ഒന്നും പറയണ്ട, 3 മാസമാണല്ലോ പോയിട്ട്. അവിടെ കഞ്ചാവോ കള്ളോ ബ്രൗഷറോ എന്തൊക്കെയായി പ്രേമവും കാര്യങ്ങളായിട്ട് ആകെ നാട്ടില് പാട്ടാ. നാണക്കേട്, തൊലി ഉരിന്ന് കേട്ടപ്പോഴ്. അത് ഞാൻ പിന്നെ കേട്ടിട്ട് കേൾക്കാതെ എനിക്കെന്ന് പറയാൻ നാണക്കേടായിട്ടുണ്ടല്ലോ. ഞാനിങ്ങ് വന്ന് 2 നേരം എന്നോട് ചോദിക്കുകയും ചെയ്തു കേട്ടാ. ജമീല എല്ലാം പറഞ്ഞു കൊടുത്തോ? ഉമ്മ എവിടെ? ഉമ്മ കിടന്ന്. ഉമ്മ ആരോ കഴിച്ചാ? ജമീല, നീ ബാംഗ്ലൂർ 3-4 മാസം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നല്ലേ? നീ എന്തെങ്കിലും ഇതേപോലുള്ള കോഴത്തരത്തിനെല്ലാം പോയാ? അത് വിട്, നീ ആഹാരം ഇട്. ഷെമി, ആഹാരം കഴിച്ചാ? ഇല്ല, വന്ന് കഴിക്കാൻ. ആഹാരം കഴിക്കാം. ഇക്കാ, എന്താ ഷെമി? ഒന്നെങ്കി വരുമോ? എന്ത് ഷെമി? എനിക്ക് എന്തോ വയറ് നോക്കാം. ഇപ്പൊ എന്തായാലും കഴിച്ചോ? ലാസ്റ്റ് എന്താ കഴിച്ചത്? എന്താ മോളെ? എന്താ മോനെ? അതെനിക്ക് ജമീല ജ്യൂസ് വന്നായിരുന്നു, അത് കുടിച്ച്. അല്ല, ജമീല ചതിച്ചാ? എന്റെ റബ്ബേ.